ഹലോ ഗൈസ്, ഇപ്പൊ രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്, എവിടൊക്കെ സംസാരിക്കണോന്ന് അറിയാൻ വയ്യ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്തെങ്കിലും ചെയ്യും. ഇന്നലെ ഒരുപാട് മേക്കപ്പ് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, അപ്പം അല്ലേ? അപ്പൊ അത് എന്റെ മുടി ഒന്ന് ചെയ്യട്ടെ. ഇന്നലെ നമുക്ക് ഒന്ന് കോമ്പാണ് കേട്ടോ, അടിപൊളിയാന്ന് തോന്നുന്നില്ലേ? അപ്പം ആദ്യം നമ്മുടെ പരിപാടി എന്താ വെച്ചാല്, നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇന്ന് ആ മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. എനിക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം അത് ഉപയോഗിക്കണം എന്നൊന്നും അറിയില്ല, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും പിന്നെ അതുമായിട്ട് പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യട്ടെ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ധാരണയില്ലെന്നല്ല, കുറേ വർഷങ്ങളായിട്ട് ലിജിക്ക് മേക്കപ്പ് ഇട്ട് എനിക്ക് അറിയാം എന്തെല്ലാം കൊണ്ടുവരാം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മുഖത്തിന് ആ ഒരു ഇത് വരുന്നത് വരെ കണ്ടീഷനായിട്ട് കറക്റ്റായിട്ട് അത് മുഖത്തിൻ്റെ പരുവത്തിന് ചെയ്യാന്നുള്ളതാണല്ലോ. ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ കിട്ടാന്നുള്ളതാണ്. ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക, അതാണല്ലോ. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഫസ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊന്ന് ഉണങ്ങാൻ വേണ്ടി അയച്ചിട്ടേക്കുമായിരുന്നു. തൽക്കാലം നമുക്ക് ഈ ബോയ് എന്ന് വെച്ചിട്ട് മുടിയെ സെറ്റ് ചെയ്ത് വെക്കാം. മുടിക്ക് ചെറിയ ഒടുക്ക എടുക്കാനുണ്ട് കേട്ടോ. രാവിലെ തല നനച്ചത് കാരണം മുടി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ ചെയ്ത് വെക്കാം. അച്ഛനപ്പുറത്ത് വാർത്ത കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ആ വാർത്ത ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് ഈ ബോയൊന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് മുടിയൊന്ന് ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ സുന്ദരമായ മുഖത്ത് കുറച്ച് മേക്കപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ സ്പോട്ടുകളുണ്ട്, വൈറ്റ് സ്പോട്ടുകൾ, സംഭവം പാടുകളുണ്ട് കേട്ടോ. എന്തോ മാറി അത് വെച്ചാൽ ജിജിക്ക് ഇടയ്ക്ക് ചൂടൂര് മുഖത്ത് വന്നു കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുടി ഞാനിങ്ങനെ ചീകി വെക്കും കേട്ടോ. സംഭവം എന്താ വെച്ചാൽ എൻ്റെ മുടി ഇടയ്ക്കിടയ്ക്ക് പറന്നു പോകുന്നു കേട്ടോ, ഫാനിൻ്റെ കാറ്റടിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇന്നലെ വന്നതിൽ അക്വാലോജിക്ക ഇല്യൂമിനേറ്റ് ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ സാധനം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് ഉപയോഗിക്കാം. കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് കയ്യിലൊന്നിടുക. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസർ. ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും കൃത്യമല്ല കേട്ടോ. നമ്മൾ മുഖത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ഇവിടെ നോക്കാം. എനിക്ക് മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ പണി കേട്ടോ. ഈ പിള്ളേരെണ്ണൊക്കെ അവിടെ ഇവിടെ നോക്കി ആരെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തോടെ പോകണ്ടോ നോക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അതും കുറച്ച് കയ്യിലൊന്ന് ജസ്റ്റ് ഇതൊന്ന് ആക്കിയിട്ട് കേട്ടോ. മോയ്സ്ചറൈസറിൻ്റെ അടപ്പ് തെറിച്ച് ദൂരേക്ക് പോയിട്ടോ. എനിക്ക് അതെടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെടുക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ടച്ച് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീമുമാണ് ഫസ്റ്റ് ടൈം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയാണ് നമ്മുടെ മേക്കപ്പ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണേ. ഫസ്റ്റ് നമ്മൾ സ്കിന്നിനായിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ചുമ്മാ ഒരു വട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ താഴെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. അപ്പം അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ
ലാക്മേയുടെ പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകണം കേട്ടോ, പ്രൈമർ. കുറച്ച് എടുത്തപ്പോൾ കൂടിപ്പോയി കേട്ടോ, ഞാൻ പറഞ്ഞ് മൊത്തം ഇടാൻ പറ്റത്തില്ല. അത് നമുക്ക് പറ്റുന്ന പോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും കേട്ടോ. ലിജിക്ക് എന്ത് സുഖമല്ലേ ലിജി? കണ്ണിൻ്റെ മുകളിലും അത്യാവശ്യം മേക്കപ്പ് നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഈ പ്രൈമർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സെറ്റപ്പായിട്ട് പ്രൈമറൊക്കെ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. 3 5 ഓക്കെ. പ്രൈമറൊക്കെ നല്ലോണം അപ്ലൈ കൊടുത്തു. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇനി നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് കൊടുക്കാൻ പോവാണ്, ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. ഇത് ലിജിയുടെ ഒരു കളർ ടോൺ അല്ല കേട്ടോ, ശരിക്കും ലിജിയുടെ കളർ ടോണുള്ള ഫൗണ്ടേഷൻ അല്ല. അതുകൊണ്ട് നമ്മൾ ശകലം തീരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഫൗണ്ടേഷൻ. അതായത് ഇത്രയും ഒരു സെറ്റപ്പിൽ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നുമല്ല. ഇത് ലിജിയുടെ ഒരു കളർ ടോൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഇത് ചിലപ്പോൾ ഇട്ട് കൂടിപ്പോകും. കുറച്ചേ ഇടുന്നുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊരു വേറൊരു കളർ ടോണിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ബ്രഷ് കയ്യിലുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. നമ്മുടെ ഇതിപ്പം എനിക്ക് തോന്നുന്നത് ലിജിയുടെ ഒരു കളറല്ല, ലിജിയുടെ സ്കിന്നിന് പറ്റിയൊരു സാധനം അല്ല എന്ന് തോന്നുന്നു. അത് കണ്ടറിയാം, ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തുടച്ച് കളയണം. നമ്മൾ പ്രൊഫഷണലി ഈ ഒരു സാധനം അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈ ബ്രഷിലാണെങ്കിൽ അത്യാവശ്യം ഇത് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചാണെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. സംഭവം ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ വേറൊരു കളറിലേക്ക് ഇത് മാറി കേട്ടോ. ഒരു സാധനം നമ്മൾ കറക്റ്റ് കളർ ടോൺ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്നുള്ള മനസ്സിലായില്ലേ. അപ്പോൾ ഞാനിത് വെച്ച് ഇനി ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ കൺസീലർ അപ്ലൈ കൊടുക്കാൻ പറ്റും. കൺസീലർ അപ്ലൈ ചെയ്യാൻ പോണത് ഇതുപോലെ ഡാർക്ക് സ്പോട്ടുകൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ചെറിയ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അവിടെ, കണ്ണിന് താഴെയൊക്കെ, പിന്നെ ഈ മൂക്കിൻ്റെ അവിടെ കുറച്ച് കൺസീലർ കൂടെ അപ്ലൈ കൊടുത്തിട്ട്
ഇനി എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേറെയും കൊടുക്കാം കേട്ടോ. അതിന് പിന്നെ നമുക്ക് ചെവിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ചെറിയ ഫൗണ്ടേഷൻ അപ്ലൈ കൊടുക്കാം. ഇതൊരു പഠനം മാത്രമാണ് കേട്ടോ, പഠന ക്ലാസ്സാണ്. ഞാൻ ഇതെങ്ങനെ ഉണ്ടെന്നത് പഠിക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ഇത് നമുക്ക് ആ കൺസീലർ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ മൂക്കിൻ്റെ ഭാഗത്ത് എനിക്ക് ചെറിയ 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 ഡാർക്ക് സ്പോട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ വാ മൂക്ക് പറയുന്നത്. ഓക്കെ, നോക്കല്ലേ ജി. സെറ്റ് ആയിട്ടുണ്ട്. ഇനി കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതുമ്പോൾ വളരെ കണ്ണെഴുതുമ്പോൾ ഞാൻ രുചിക്ക് വേണ്ടി വരയിട്ട് കൊടുക്കും എപ്പോഴും കേട്ടോ. അപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലർ ഇപ്പോൾ എടുത്ത് പറ. ഇത് വേണ്ട, മറ്റേ ലിപ്സ്റ്റിക് ഇതിനകത്തില്ല രുചി, ഇതിനകത്തില്ല. തൽക്കാലം ഇതിടാം, മറ്റേ കാണുന്നില്ല. നമുക്കിനി കുറച്ച് ലിപ്സ്റ്റിക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല മണം കേട്ടോ ലിപ്സ്റ്റിക്കിന്, എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ മണം. നമ്മൾ ഇടുക്കിയിൽ വെച്ചിട്ട് വീടിന് പെയിന്റ് അടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ മേക്കപ്പ് ഇടുന്നതൊക്കെ വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളതിൻ്റെ ഒരു കാൽക്കുലേഷൻ, പെയിന്റ് കലക്കുന്ന കാൽക്കുലേഷൻ പഠിച്ചെടുത്താൽ അല്ലേ ജി? എന്താ ഇങ്ങോട്ടോ ഒരു മിനിറ്റ് വാർന്നേ. കളിക്കടേ
അപ്പോൾ ലിപ്സ്റ്റിക് കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളിത് ഇതൊരു മേക്കപ്പ് ഫിക്സർ കേട്ടോ. അതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ രുചിയുടെ മേക്കപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെയാണ് കേട്ടോ. രുചിയുടെ മുഖത്തൊക്കെ ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടിലുണ്ട് കേട്ടോ. അത് ഇനി സ്ക്രീനിൽ കാണിക്കണം. ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തല സൈഡിലോട്ട് നോക്കിയ രുചി ഉണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങോട്ടാക്കേ, ലെഫ്റ്റോട്ടാക്കേ. ഈ സൈഡിലൊക്കെ കുറച്ച് കൂടുതലാ. എന്നാലും ഒരുവിധം സെറ്റാക്കി ഇട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉള്ള മുഖം ഈ മുഖം ഒരു ഫോട്ടോ എടുത്ത് വെച്ചോട്ടെ കേട്ടോ. ചെറിയൊരു ഫോട്ടോ കൂടെ കൊത്തിക്കൊടുത്തായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ ഇതൊരു ചെറിയ മേക്കപ്പ് ട്രൈ ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തും മേക്കപ്പ്. പിന്നെ അമ്മേനെയും കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഇടാം. എങ്ങനെയുണ്ട് ജി? ഈ ഒരു സൂപ്പർ ആയിട്ടല്ലേ? നേരത്തെ വൈറ്റ് ബാലൻസ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഡാർക്കായി കിടന്ന വെട്ടം ഇല്ലാത്തോണ്ട് ഇപ്പൊ കറക്റ്റ് ആയില്ലേ? കുറച്ചുകൂടെ എവിടെയെങ്കിലൊക്കെ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? എങ്ങനെയുണ്ടമ്മ? സൂപ്പർ ആയിട്ടുണ്ടോ? ക്യാമറയിൽ കാണാൻ അത്രത്തോളം ക്യാമറക്ക് പരിവായിട്ടേ നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴേ സൗന്ദര്യം കോലമൊക്കെ ഉണ്ടായിട്ട് മേക്കപ്പ് ഇട്ടാലും സൂപ്പർ ആയിരിക്കും. അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക അല്ലേ? ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം ലിജിയുടെ എന്തായാലും കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ അല്ലേമാ? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. ഇന്നലെ ഞങ്ങള് ചെയ്തു നോക്കിയില്ല, ഇന്നലെ കുറച്ച് ചെയ്ത് നോക്കിട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ചെയ്യേണ്ടി വരുമെന്നുള്ളത് അല്ലേ? ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉള്ളാരും പറയല്ല, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ബൈ പറയും. അടുത്ത വീഡിയോ കാണാം. അതെ അതെ, അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ.